ഹലോ. ഇന്ന് നമ്മൾ അടുത്തൊരു ലീഗൽ ലാറ്റിൻ മാക്സിമാണ് നോക്കാൻ പോകുന്നത്. ഡേ മിനിമിസ് നോൺ കുറാറ്റ് ലെക്സ്. ആദ്യം നമുക്ക് എന്താണ് ഈ മാക്സിം എന്ന് നോക്കാം. ഡേ മിനിമിസ് നോൺ കുറാറ്റ് ലെക്സ് ഈസ് എ ലാറ്റിൻ ലീഗൽ മാക്സിം വിച്ച് മീൻസ് ദ ലോ ഡസ് നോട്ട് കൺസേൺ ഇറ്റ് സെൽഫ് വിത്ത് ട്രിഫിൾസ് ഓർ ദ ലോ ഇഗ്നോസ് വെരി സ്മോൾ ഓർ ഇൻസിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ്. ഈ ഒരു മാക്സിമിൽ ചെറിയ തെറ്റുകൾ അല്ലെങ്കിൽ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വിടുകയാണ്. എന്താണ്, നിയമം അതിനെ ഒരു വലിയ തെറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനത്തെ തെറ്റിനൊക്കെ ട്രിഫ്ലിംഗ് ആക്റ്റായിട്ട് കൺസിഡർ ചെയ്യാണ്. അങ്ങനെ കോടതി ഈ ഒരു ട്രിഫ്ലിംഗ് ആക്ട് അല്ലെങ്കിൽ ഡേ മിനിമിസ് നോൺ കുറാറ്റ് ലെക്സ് എന്ന ഈ ഒരു മാക്സിം വെച്ചിട്ട് ആ ഒരു കേസിനെ തള്ളിക്കളയും. അല്ലെങ്കിൽ ചെറിയ ഒരു കേസാണ്, അതുകൊണ്ട് ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് കോടതികളിൽ. സെക്ഷൻ 33 ഓഫ് BNS ഈ ട്രിഫ്ലിംഗ് ആക്റ്റിനെ കുറിച്ചിട്ട് പറയുന്നത്. വളരെ ചെറിയ എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മാക്സിമിൽ ഡിസ്കസ് ചെയ്യുക. ദ ലോ ഈസ് മെൻ ടു ഡീൽ വിത്ത് സബ്സ്റ്റൻഷ്യൽ ആൻഡ് മീനിങ് ഫുൾ റോങ്സ്. നിയമം സബ്സ്റ്റൻഷ്യലും അതുപോലെ അർത്ഥമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. ഇഫ് ആൻ ആക്ട് കോസസ് ഓൺലി എ വെരി മൈനർ ഓർ ഇൻസിഗ്നിഫിക്കൻറ്റ് ഹാം, ദ കോർട്ട് മേ റിഫ്യൂസ് ടു ടേക്ക് ലീഗൽ ആക്ഷൻ ബിക്കോസ് ഇറ്റ് വുഡ് ബി അൺറീസണബിൾ ടു സ്പെൻഡ് ജുഡീഷ്യൽ ടൈം ആൻഡ് റിസോഴ്സസ് ഓൺ സച്ച് ട്രിവിയൽ മാറ്റേഴ്സ്. ദ പ്രിൻസിപ്പിൾ ഈസ് ബേസ്ഡ് ഓൺ കോമൺ സെൻസ് ആൻഡ് പ്രാക്ടിക്കാലിറ്റി. എന്താണ്, നമ്മുടെ കോടതികളൊക്കെ എന്തെങ്കിലും വളരെ നല്ല വലിയൊരു പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് ഒത്തുതീർപ്പാക്കാനും അതുപോലെ ആ കാര്യങ്ങൾ ഡീൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഉള്ളത്. ഇവിടെ ഈ ട്രിവിയൽ മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് ഭയങ്കര ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഒരാൾ ട്രസ്പാസ് ചെയ്തു അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് മിസ്സായി, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കോടതിയെ സമീപിക്കുമ്പോൾ അത് കോടതിയുടെ ടൈം വെറുതെ കളയുകയാണ്. അപ്പോൾ എന്താണ്, അവിടെ മറ്റേ കേസുകളൊക്കെ കോടതിയിൽ പെൻഡിങ് ആവാനും അത് കോടതിയുടെ ടൈമിനെ വളരെയായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ കോടതിയെ സമീപിക്കുമ്പോൾ ഈ ഒരു മാക്സിം ആയിട്ടുള്ള ഡേ മിനിമിസ് നോൺ കുറാറ്റ് ലെക്സ് എന്ന് പറഞ്ഞ ഈ ഒരു മാക്സിം വെച്ചിട്ട് അതിനെ ഒഴിവാക്കി വിടും. ഇതാണ് ഈ ഒരു മാക്സിമിൽ പറയുന്നത്. നമുക്ക് ഇതിനൊരു സിമ്പിൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ, ഇഫ് സപ്പോസ് എ ആക്സിഡൻ്റലി സ്റ്റെപ്സ് എ ഫ്യൂ ഇഞ്ചസ് ഓൺ ടു ബീസ് ലാൻഡ് ഫോർ എ മോമെൻറ്റ് without causing any damage or interfering with B's use of the property. Although technically there may be an interference, the matter may be considered too trivial for the law to concern itself with. എ എന്നൊരു പറയുന്ന ഒരാൾ ബിയുടെ ലാൻഡിലേക്ക് കുറച്ച് ടൈമിൽ ഇൻ്റർഫിയർ ട്രസ്പാസ് ചെയ്തതാണ്. ആ ഒരു ടൈമിൽ അയാൾ ട്രസ്പാസ് ചെയ്ത ടൈമിൽ അയാൾ ഒരു ഡാമേജോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ ആ ഒരു പ്രോപ്പർട്ടിയിൽ നടത്തിയിട്ടുമില്ല. പക്ഷെ അവിടെ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടാവുകയും ചെയ്തു. ഇതെന്താണ്, അവിടെ ഒരു ഡാമേജോ അല്ലെങ്കിൽ ഒരു പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു ട്രസ്പാസ്. ഇത് കോടതിയിൽ സമീപിക്കുമ്പോൾ എന്താണ്, അതൊരു ട്രിവിയൽ മാറ്ററായിട്ട് മാറും. ഇത് കോടതിയുടെ ടൈം വെറുതെ കളയുകയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു കേസിനെ തള്ളിക്കളയും. ഇതാണ് ഈ ഒരു മാക്സിമം കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ചെറിയ കാര്യങ്ങൾക്കൊന്നും കോടതിയുടെ സമയം കളയേണ്ട ആവശ്യമില്ല എന്നാണ് ഈ ഒരു മാക്സിമിൽ ഉദ്ദേശിക്കുന്നത്. ദ മാക്സിം ഹെൽപ്സ് ടു അവോയ്ഡ് അൺനെസസറി ലിറ്റിഗേഷൻ ഓവർ ട്രിവിയൽ മാറ്റേഴ്സ്. അൺനെസസറി ആയിട്ടുള്ള ലിറ്റിഗേഷൻസ്, കോടതിയുടെ ടൈം വെറുതെ കളയുന്ന ഈ ഒരു പ്രൊസീജിയറൊക്കെ ഇല്ലാതാക്കുകയാണ് ഈ ഒരു മാക്സിം വഴി ചെയ്യുന്നത്. സേവ് ജുഡീഷ്യൽ ടൈം ആൻഡ് റിസോഴ്സസ്. ജുഡീഷ്യറിയുടെ ടൈമിന് വേണ്ടിയിട്ടുള്ള സമയം സേവ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രിവെൻറ്റ് ഡിസപ്രോപ്രിയേഷനേറ്റ് പണിഷ്മെൻറ്റ് ഫോർ വെരി മൈനർ റോങ്സ്. ചെറിയ കേസിനുള്ള അല്ലെങ്കിൽ ചെറിയ തെറ്റിനൊക്കെ ഉള്ള പണിഷ്മെൻറ്റ്സ് ഇത് തടയുന്നുണ്ട്. പ്രൊമോട്ട് പ്രാക്ടിക്കൽ ആൻഡ് റീസണബിൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. എന്താണ്, ഈ ഒരു മാക്സിം വെച്ചിട്ട് നമ്മുടെ പ്രാക്ടിക്കൽ മൈൻഡാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ റീസണബിൾ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ആണ് ഇവിടെ എടുക്കുക. അതുപോലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു തെറ്റ് അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വളരെ ഒരു വലിയ പ്രശ്നമാക്കിയിട്ട് അതിന് പണിഷ്മെൻ്റ് ഒന്നും കൊടുക്കുന്നില്ല. വളരെ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ ട്രിവിയൽ മാറ്റേഴ്സ് ആയിട്ട് വിടും ഈ ഒരു മാക്സിം വെച്ചിട്ട്. ഇനി ഈ ഒരു മാക്സിമിൽ തന്നെ കുറച്ച് എക്സെപ്ഷൻസും ലിമിറ്റേഷൻസും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ദ ഫസ്റ്റ് വൺ ഈസ് പബ്ലിക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. വെൻ ഈവൻ മൈനർ വയലേഷൻസ് പോസ് റിസ്ക് ടു പബ്ലിക് ഹെൽത്ത് ഓർ സേഫ്റ്റി, കോർട്ട്സ് വിൽ നോട്ട് അപ്ലൈ ഡേ മിനിമിസ്. എന്താണ്, ചെറിയ വയലേഷൻസ് നമ്മുടെ പബ്ലിക്കിന് വലിയൊരു റിസ്ക്, അവരുടെ ഹെൽത്തിന് അതുപോലെ അവർ സേഫ്റ്റിക്കൊക്കെ വലിയൊരു റിസ്ക് വരുത്തുന്നുണ്ടെങ്കിൽ ഈ ഒരു മാക്സിം ഡേ മിനിമിസ് നോൺ കുറാറ്റ് ലെക്സ് എന്ന ഈ ഒരു മാക്സിം അപ്ലൈ ചെയ്യില്ല.
അതിലൊരു കേസ് ലോ ആണ് പറയുന്നത്. ഇൻ രാജ്കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ്, ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ റൂൾഡ് ദാറ്റ് ഈവൻ ദ സ്ലൈറ്റസ്റ്റ് ഡിഗ്രി ഓഫ് ഫുഡ് അഡൾട്രേഷൻ ഈസ് എ സീരിയസ് മാറ്റർ ആൻഡ് കനോട്ട് ബി ഡിസ്മിസ്ഡ് അണ്ടർ ദ ഡേ മിനിമിസ് റൂൾ. ഈ ഒരു കേസിൽ ഫുഡ് അഡൾട്രേഷൻ, ഫുഡിൽ മായം കലർത്തണ ഒരു കാര്യമാണ്. ഇതെന്താണ്, ചെറിയ തോതിലാണത് മായം കലർത്തുന്നത്, അതുപോലെ ഇതൊരു ചെറിയൊരു ആക്റ്റായിട്ട് കണക്കാക്കാം. പക്ഷേ ഇതെന്താണ്, നമ്മുടെ പബ്ലിക്കിൻ്റെ സേഫ്റ്റി അതുപോലെ അവരുടെ ഹെൽത്തിനൊക്കെയാണ് ബാധിക്കുക. അപ്പോൾ ഇത് ഈ ഒരു മാക്സിം വെച്ചിട്ട് ഇതിനെ ഒഴിവാക്കി വിടാൻ പറ്റില്ല എന്നാണ് കോടതി പറയുന്നത്. ദെൻ സെക്കൻഡ് എക്സെപ്ഷൻ ഈസ് റിപ്പീറ്റഡ് മൈനർ ഇൻഫ്രാക്ഷൻസ്. If a minor infraction is repeated multiple times, it may no longer be considered trivial. For instance, trespassing once may be excused under de minimis, but repeated acts of trespassing could establish rights or lead to legal action. എന്താണ്, ഒരു ചെറിയ കാര്യം ഉണ്ടാവണമെങ്കിൽ, മൈനർ ഇൻഫ്രാക്ഷൻ ആണ്, ചെറിയൊരു തെറ്റാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരാളുടെ ഭൂമിയിൽ കടന്നു കയറി ജസ്റ്റ് ട്രെസ്പാസ് ചെയ്ത് നടന്നുപോയി, അതെന്താണ്, ഒരു തെറ്റായിട്ട് നമുക്ക് ആദ്യത്തെ ഒരു ഇൻസ്റ്റൻസിൽ അത് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അയാൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അയാൾ പിന്നെയും ചെയ്യുകയാണെങ്കിൽ എന്താണ്, അതൊരു മൈനർ ഇൻഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, അതൊരു റിപ്പീറ്റഡ് ഒഫൻസ് ആവും. അപ്പോൾ അയാൾക്കെതിരെ നമുക്ക് ലീഗലി മൂവ് ചെയ്യാമെന്നാണ്, അതുപോലെ ലീഗൽ ആക്ഷൻ എടുക്കാമെന്നും ഈ ഒരു മാക്സിമിൻ്റെ എക്സെപ്ഷനിൽ പറയുന്നുണ്ട്. ദെൻ അടുത്തൊരു എക്സെപ്ഷനാണ് സീരിയസ് ലീഗൽ കോൺസിക്വൻസസ്. In cases where even small deviations could lead to serious consequences, such as in criminal law, courts are often reluctant to apply the de minimis doctrine. എന്താണ്, സീരിയസ് ലീഗൽ കോൺസിക്വൻസസ് ആണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചെറിയൊരു സീരിയസ് കോൺസിക്വൻസ് ഉണ്ടെങ്കിലും അതൊരു ക്രിമിനൽ ലോയിലാണെങ്കിൽ അതെന്താണ്, ഈ ഒരു മാക്സിം അവിടെ അപ്ലൈ ചെയ്യില്ല. ഒരു ചെറിയ തെറ്റ് വലിയൊരു ലീഗൽ കോൺസിക്വൻസിന് വഴിവെക്കുമെങ്കിൽ അങ്ങനത്തെയുള്ള ക്രിമിനൽ കുറ്റങ്ങളെയൊന്നും ഈ ഒരു മാക്സിം വെച്ചിട്ട് ഒഴിവാക്കി വിടില്ല എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ 2 കേസ് ലോസ് ആണ് നോക്കാൻ പോകുന്നത്. ഇതിലെ ആദ്യത്തെ കേസ് ലോ ആണ് ഇന്ത്യ TV ഇൻഡിപെൻഡൻറ്റ് ന്യൂസ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് വേഴ്സസ് യാഷ്രാജ് ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് 2012 നടന്ന ഒരു കേസാണ്. ഇൻ ദിസ് കേസ് 5 words were copied from a song comprising 5 stanzas. The Delhi High Court, after considering various factors, applied the de minimis doctrine and concluded that the infringement was too trivial to warrant action under the Copyright Act. This case demonstrated that even in intellectual property law, where rights are strongly protected, de minimis can be a valid defense. ഇവിടെ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്താണ്, ഒരു ഫിലിം കമ്പനി 5 സ്റ്റാൻസാസ് ഉള്ളൊരു കവിതയാണ്, അതിൻ്റെ 5 വേർഡ്സ് ആ ഒരു സോങ്ങിൽ നിന്ന് എടുത്തിട്ടുണ്ട്. 5 സ്റ്റാൻസാസ് ഉള്ള ഒരു സോങ്ങിൽ നിന്ന് അതിൽ നിന്ന് 5 വേർഡ്സ് എടുത്തിട്ടുണ്ട്. ഇതെന്താണ്, ഒരു ചെറിയ കാര്യമാണ്, അതിലൊരു വെറും 5 വേർഡ്സാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു കോപ്പിറൈറ്റിൻ്റെ ആ ഒരു സംഭവം ചെറിയ തോതിലാണ്. അപ്പോൾ അതെന്താണ്, ഒരു ട്രിവ്യൽ മാറ്ററായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അതുപോലെ ഇതിനൊരു ലീഗലായിട്ട് വലിയൊരു പ്രശ്നം ഇതിൽ വരുന്നില്ല എന്നാണ് കോടതി വിധിക്കണത്. അതെന്താണ്, അതുകൊണ്ട് ഇതിൽ ഡേ മിനിമിസ് നോൺ കുറാറ്റ് ലെക്സ് എന്നുള്ള ഈ ഒരു മാക്സിം അതിലൊരു വാലിഡ് ഡിഫൻസ് ആയിട്ടാണ് പറയുന്നത്. ഇനി അടുത്തൊരു കേസിലാണ് മക്കാൻലാൽ ആൻഡ് അനദർ വേഴ്സസ് സുരാജ് പ്രസാദ്. 1922 ഒരു കേസാണിത്. അലഹബാദ് ഹൈക്കോർട്ട് applied the de minimis doctrine in this case, where a small margin of error in a financial sum of rupees 8,000 was dismissed as insignificant. The court ruled that the old maxim of de minimis non curat lex applied, protecting the defendant from liability. ഇവിടെ ഈ ഒരു കമ്പനി അതിൻ്റെ കണക്ക് നോക്കുന്ന ടൈമിൽ അതിലൊരു 8,000 റുപ്പീസിൻ്റെ മാർജിൻ ഓഫ് എറർ വരികയാണ്. അവർ ഈ കണക്കുകളൊക്കെ കൂട്ടാൻ ടൈമിൽ അതിലൊരു ചെറിയൊരു എമൗണ്ട്, ഈ 8,000 എന്ന് പറയുന്നത് അവർ മൊത്തം എമൗണ്ട് എടുത്ത് നോക്കുമ്പോൾ അതിലൊരു 8,000 എന്ന് പറയുന്നത് ഒരു ചെറിയ തോതിലുള്ള എമൗണ്ട് ആയിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. ഇവിടെ അവിടെ ഒരു 8,000 റുപ്പീസിൻ്റെ ഷോർട്ടേജ് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താണ്, അവരുടെ ഒരു കണക്കിൽ ഇത് ചെറിയ എമൗണ്ട് ആക്കിയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു മാക്സിം ആയിട്ടുള്ള ഡേ മിനിമിസ് നോൺ കുറാറ്റ് ലെക്സ് എന്ന ഈ ഒരു മാക്സിം അപ്ലൈ ചെയ്തിട്ട് ഇവിടെ ഡിഫൻഡൻറ്റ് ലയബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് അയാളെ ഇതിൽ നിന്ന്, ഈ ഒരു കേസിൽ നിന്ന് അയാൾ ഊരിയെടുക്കുകയാണ് ഈ ഒരു മാക്സിം വെച്ചിട്ട്. അതാണ് ഈ ഒരു കേസിൽ പറയുന്നത്.
ഇങ്ങനെ നമ്മുടെ ഡിഫൻഡൻറ്റിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെറിയ ലയബിലിറ്റിയാണ് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ഒരു മാക്സിം വെച്ചിട്ട് അയാൾ ലയബിൾ അല്ല എന്നാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഡേ മിനിമിസ് നോൺ കുറാറ്റ് ലെക്സ് എന്ന ലീഗൽ മാക്സിമാണ് നോക്കിയത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു നെക്സ്റ്റ് ലീഗൽ മാക്സിമായിട്ട് വീണ്ടും വരാം.